أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടാൻ കിടന്ന് നെട്ടോട്ടമോടുമ്പോ ഒരു പെണ്ണ് ഗർഭിണിയായി കഴിയുമ്പോൾ തന്നെ എന്റെ കുഞ്ഞിനെന്ത് പേരിടണമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, വാപ്പയുടെയും ഉമ്മയുടെയും പേരിന്റെ ഒന്നാമത്തെ അക്ഷരം വേണമെന്ന് കരുതിക്കൊണ്ട് അല്ലാഹുവേ അർത്ഥം പോലും നോക്കാതെ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഡിക്ഷണറി നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന പേരുകൾ അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹൽ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദാ. മക്കൾക്ക് പേരിടുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ പറഞ്ഞ പേരാണ് ഷാഹിദ്. അല്ലാഹുവിന്റെ ഖുർആൻ അർത്ഥം പോലും നോക്കേണ്ട സഹോദരങ്ങളെ, ഖുർആനിലുള്ള പേരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ് ഷാഹിദ്. രണ്ടാമതായി ഖുർആൻ പറയുന്നു മുബശ്ശിറാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരാണ് മുബശ്ശിർ. മൂന്നാമത് പറയുന്നു നദീർ. നാലാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ദാഴി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു സിറാജം വ ഖമറം മുനീറാ. സിറാജ് എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ പേരാണ്. ഖമർ എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ പേരാണ്. മുനീർ എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ പേരാണ്. മക്കൾക്ക് പേരിടാൻ പരിശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞ പേരാണ്. ഈ പറഞ്ഞ പേരുകളിൽ ഒരു പേര് കാണാ, മുബശ്ശിറം വനദീറാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരായിരുന്നു മുന്നറിയിപ്പുകാരന്, താക്കീത് നൽകുന്ന മനുഷ്യന്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് താക്കീത് തന്ന ആളാണ്. മുന്നറിയിപ്പുകൾ പറഞ്ഞു തരാൻ കടന്നു വന്ന പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ പറഞ്ഞു തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ 12 താക്കീതുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ 12 താക്കീതിൽ ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളോട് താക്കീത് ചെയ്ത കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നിസ്കാരമുള്ളവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ദുആ ചെയ്യുന്നവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെ എന്തിനാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മക്കളുണ്ടല്ലോ, അതാ കിതാബ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഒന്നാമതായി പഠിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. എല്ലാ ഉസ്താദന്മാരും അവര് പഠിക്കാൻ തുടങ്ങുമ്പോ, ബുഖാരിയും മുസ്ലിമും മിസ്കാത്തും ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോ, ആ പഠിക്കുന്നതിന്റെ ഇടയില് ഒന്നാമതായി പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ഒരാള് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശദീദു ബയാദി സിയാബി ലാ യുറാ അലൈഹിം അസറു സഫർ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ നടന്നു വരികയാണ്, നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. ആ മനുഷ്യന്റെ ശരീരത്താണെങ്കിൽ യാത്രക്കാരന്റെ ഒരു അടയാളവുമില്ല. നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ മനുഷ്യന് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുന്നിൽ പോയിരിക്കുക
ചെയ്യുകയാണ്. ആ മനുഷ്യന്റെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് രണ്ട് കൈകൊണ്ട് അല്ലാഹുവേ ലോകത്തിന്റെ നേതാവിന്റെ തുടയിലടച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ മനിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ പറഞ്ഞു കൊടുക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളിൽ വിശ്വസിക്കലാണല്ലോ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, അള്ളാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കല്, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കല്. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ പറയുന്ന 5 കാര്യങ്ങളിൽ വിശ്വാസമാണ്. എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? വൽ ഖൈരി ശർരിഹി. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. 6ാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, 6ാമത്തെ കാര്യം, ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമുണ്ടല്ലോ, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത്. ദുഃഖവും സന്തോഷവും അത് പടച്ചവന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ചിലർക്ക് വല്ലാത്ത മടിയാട്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ എത്തുമ്പോൾ നമ്മുടെ ഈമാൻ പതറുകയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വിശ്വസിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാട്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയും, നമുക്കാരോ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാണ്, എന്റെ അയൽവാസി എനിക്ക് അതാ പണി തന്നതാണ്, എനിക്ക് സിഗർ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞാനും നിങ്ങളും ഓടി നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോൾ, ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിരിക്കുകയാ, അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ചോരക്കുഞ്ഞായ നമ്മുടെ തലച്ചോറിലേക്ക് ആ മലക്ക് ഇറങ്ങി വന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ മലക്ക് എഴുതി വെച്ചിരിക്കുകയാ, നീ ഇന്ന ദിവസം ജനിക്കുകയാണ്. അള്ളാഹുവേ, നിന്റെ മാതാപിതാക്കൾ ഇതാണ്, നിന്റെ കുടുംബക്കാരിതാണ്, നിന്റെ ഭാര്യ ഇതാണ്, നിന്റെ മക്കൾ ഇതാണ്, നീ എത്ര വയസ്സ് വരെ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് മരിക്കും, നീ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴ് ഈ മലക്ക് വന്നിട്ട് ഇത് മുഴുവനും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, ഇതെല്ലാം മുമ്പേ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നതാ. അനുഭവിക്കേണ്ടത് മുഴുവനും നമ്മൾ അനുഭവിക്കണമല്ലോ. ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ ഇതെല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്. ഇത് ക്ഷമിക്കലല്ലാതെ വഴിയില്ല, റബ്ബിനോട് ദുആ ചെയ്യലല്ലാതെ വഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഒരു കാര്യവും മറ്റൊരാൾക്കും പറയാൻ കഴിവില്ല. ഏത് മന്ത്രവാദികളുടെ മുന്നിൽ പോയാൽ, ഏത് വെറ്റതരുത്തുന്നവന്റെ മുന്നിൽ പോയാൽ നമ്മുടെ ഭാവി പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, 5 കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഒരു മനുഷ്യനോ ഒരു പ്രവാചകനോ ഒരു ഔലിയായിനോ ഒരു തങ്ങൾക്കോ ഒരാൾക്കും 5 കാര്യമല്ലാതെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എടുത്തു നോക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുകയാണ്, 5 കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല.
മഗീബാത്തുൽ ഖംസ് എന്ന് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. അത് അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു മനുഷ്യനും അറിയില്ല. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്, എന്നാണ് ഈ പ്രപഞ്ചം നശിക്കുന്നത്, ലോകം അവസാനിക്കുന്നത് എന്താണ് എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ അവന്റെ അവസ്ഥകളെ കുറിച്ച് പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ശാസ്ത്രത്തിന് 4 മാസം കഴിയുമ്പോഴേ പറയാൻ കഴിയൂ. അതിനു മുമ്പ് ഒരാൾക്കും പറയാൻ കഴിയില്ല. 4-മതായിട്ട് ഖുർആൻ പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാ ഒരു മന്ത്രവാദിക്കും കഴിയില്ല. നിന്റെ ഭാവിയും നിന്റെ ഭൂതവും പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അടുത്ത സെക്കൻഡില്, അടുത്ത സമയത്ത് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. 5-മതായി ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഒരു മനുഷ്യന് മരിക്കുന്നത് എവിടെ വെച്ചാണ്, എപ്പോഴാണ് മരിക്കുന്നത്, എവിടെ വെച്ചാണ് മരിക്കുന്നത്, ഇത് അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ജനങ്ങളുടെ മുന്നിൽ ഓടി നടക്കുന്നവര്, മന്ത്രവാദികളുടെ വീടിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവരോട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് ചോദിക്കും, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുവോ? അല്ലാഹു പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നിന്നെ പരീക്ഷിക്കാനാണ് സൃഷ്ടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനാ പറയുന്നത്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിടാതെ നിനക്ക് വെറുതെ അങ്ങ് സ്വർഗം കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തരികയാ. മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വരെ ഖുർആൻ പറഞ്ഞു തരികയാണ്. ഒരു മനുഷ്യനെ ഞാൻ പരീക്ഷിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്താണ് പരീക്ഷിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനക്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. അല്ലാഹ് പറയുന്നത്, മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് തന്നിട്ടാണ് പരീക്ഷിക്കുന്നതെന്നറിയുമോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ, നിനക്ക് ഞാൻ ഭയം തന്ന് പരീക്ഷിക്കുകയാണ്, നിനക്ക് പട്ടിണി തന്ന് പരീക്ഷിക്കുകയാണ്, നിനക്ക് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കുകയാണ്, നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കുകയാണ്, നിന്റെ മക്കളുടെ മയ്യത്ത്
സമയത്ത് നിന്നെ കൊണ്ട് കബറടക്കിയിട്ട് നിന്നെ ഞാൻ പരീക്ഷിക്കുകയാണ്. ഇതുപോലെയൊക്കെ പടച്ചവന് പരീക്ഷിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാ. ഏറ്റവും കൂടുതൽ പരീക്ഷണം നൽകിയത് പ്രവാചകന്മാരെയാ. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പ്രവാചകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും ചരിത്രം ഖുർആനിൽ കാണാം. ആദം നബി അലൈഹിസ്സലാമിന്റെ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും പേരാണ് അല്ലാഹു വിളിച്ചത്. യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹിം, യാ മൂസ, യാ യാക്കൂബ്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് അല്ലാഹു വിളിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകളിൽ 6666 ആയത്തുകൾ, ഈ ആയത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാണ് ഒരു സ്ഥലത്ത് പോലും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു പേര് വിളിച്ചിട്ടില്ല, മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ടില്ല. എവിടെ വിളിച്ചാലും അള്ളാന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ടാണ് അള്ളാഹു വിളിച്ചിരിക്കുന്നത്. യാ മുസമ്മിൽ, യാ മുദ്ദസിർ, എല്ലാ സ്ഥലത്തും റസൂൽ എന്നാണ് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു വിളിച്ചതെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാന്റെ റസൂലിനെ എന്തിനാണ് പടച്ചവനെ പരീക്ഷിച്ചതെന്നറിയുവോ? നമുക്കൊരു ഗുണപാഠത്തിന് വേണ്ടിയാണ്, നമുക്ക് നന്നാകാൻ വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം ഭയം കൊടുത്തിട്ടാണ് പരീക്ഷിക്കുന്നത്. ഭയം കൊടുത്തിട്ടാണ് അള്ളാഹു പേടിപ്പിക്കുകയാണ്, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലു. മക്കയിൽ ജീവിച്ചിരുന്ന 13 കൊല്ലമുണ്ടല്ലോ. നുബൂവത്ത് കിട്ടിയതിന് ശേഷം 13 വർഷക്കാലത്തിൽ ഒരു ദിവസം പോലും അള്ളാന്റെ റസൂല് പേടിക്കാതെ കിടന്നുറങ്ങിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാണ്. തന്റെ അനുയായികളെ കണ്ണിന്റെ മുന്നിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിന്റെ മുന്നിലിട്ടാണ് ഉപദ്രവിച്ചത്. അതാ ചാട്ടവാറ് കൊണ്ടടിക്കുകയാണ്. മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ ശരീരത്ത് വെച്ചിട്ട് ക്രൂരമായി ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ മരുഭൂമിയിലിട്ട് ഉപദ്രവിക്കുകയാണ്. ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വെള്ളത്തിന് വേണ്ടി ഞാൻ യാചിച്ചപ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കുടിച്ചിട്ടുണ്ടെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവര്, 13 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂല് പേടിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും ശത്രുക്കള് വാള് പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിരിപ്പിൽ കിടത്തി ഉറക്കിയിട്ട് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീനിലെ ആയത്തോടി ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരുമ്പോ അബൂബക്കർ തങ്ങള് പറയുന്നു, നബിയേ, യാ റസൂൽ